ചൈനയിൽ എന്താണ് സംഭവിക്കുന്നത്? ചൈനീസ് സൈന്യത്തിൽ എന്തോ പുകഞ്ഞു നാറുന്നുണ്ട്. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്ന് തോന്നിക്കുന്ന വാർത്തകളാണ് ചൈനയിൽ നിന്നിപ്പോൾ വരുന്നത്. സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വൈസ് ചെയർമാൻ ജനറൽ യാങ് യാവ്സിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണം ഉയർന്നിരിക്കുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ വിശ്വസ്തനാണ് യാങ്. ആണവ രഹസ്യം ചോർത്തിയെന്ന ആരോപണവും യാങ്ങിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. ആരോപണങ്ങളിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായ യാങ്ങിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിഗുരുതരമായ ആരോപണങ്ങളാണ് യാങ്ങിനെതിരെ ഉയർന്നിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ചൈനയുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ കൈമാറിയെന്ന ആരോപണം ശരിക്കും ലോകത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ചൈനയുടെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട കോർ ടെക്നിക്കൽ ഡേറ്റയാണ് ജനറൽ യാങ് അമേരിക്കയ്ക്ക് ചോർത്തി നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സൈനിക ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വൻതുക കൈക്കൂലിയായി വാങ്ങിയെന്നാണ് മറ്റൊരു ആരോപണം. ഷീ ജിൻ പിങ്ങിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥരിൽ ഒരാളായാണ് ജനറൽ യാങ്ങിനെ വിലയിരുത്തുന്നത്. ചൈന വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികൻ കൂടിയാണ് യാങ്. അതിനിടെ ചൈനയിൽ പട്ടാള അട്ടിമറിക്ക് ശ്രമം നടന്നുവെന്നും പ്രസിഡന്റിന്റെ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ ഉണ്ടായെന്നും അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങൾ വിദഗ്ധർ തള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മുൻ പ്രതിരോധ മന്ത്രി ലീ ഷാങ് ഫുവിനെ പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സൈന്യത്തിലെ രണ്ടാമനെതിരെയും നടപടി വരുന്നത്.